ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. അപ്പോൾ കുറച്ച് റെസിപ്പീസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വ്ളോഗാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ആ ഗ്രീൻ മസാലയിൽ എങ്ങനെ കറി ഉണ്ടാക്കലെന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രീൻ മസാലയുടെ റെസിപ്പിയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓയിലില്ലാത്തൊരു സ്നാക്കും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഇത് നോമ്പ് 5-നെടുത്ത വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അസ്ർ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് കീം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ. അപ്പം അത് തണുപ്പ് പോകാനും വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ മസാലയും ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കീമ ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രം ഗ്രീൻ മസാല കുറച്ച് മറന്നു പോയിട്ട് എടുത്ത് വെക്കാൻ. അത് ഇപ്പോൾ കിച്ചണിൽ വന്നപ്പോഴാണ് പുറത്ത് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ എല്ലാം ഞാൻ മുന്നേ എടുത്ത് വെക്കലുണ്ട് കേട്ടോ. അത് മറന്നു പോയതാണ്. തേങ്ങയെല്ലാം ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബീഫ് നമ്മൾ ഫ്രഷ് ആയിട്ടാണ് വാങ്ങിച്ചത്. അപ്പം അതുകൊണ്ട് അത് ഇപ്പം കൊണ്ടുവരുള്ളൂ കേട്ടോ. കറി വെക്കുന്ന ഒരു ടൈമിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നോമ്പ് വന്നതിന് ശേഷം ഞാൻ പത്തൽ തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ വിചാരിച്ച് കാസർഗോഡ് സ്പെഷ്യൽ കടമ്പില്ലേ അതാക്കാന്ന്. അപ്പം ഞാൻ അരി അരച്ചിട്ടും ഉണ്ടാക്കലുണ്ട്, പൊടി കൊണ്ടും ഉണ്ടാക്കലുണ്ട്. ഇത് ഉദൻ്റെ പത്തൽ പൗഡറാണ് കേട്ടോ. പത്തിരി പൗഡറല്ല, പത്തലിൻ്റെ പൗഡർ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇവിടെ ലുലുലും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പത്തൽ പൊടി എന്ന് പറഞ്ഞിട്ട്. അതിതാ 1 കപ്പ് എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പുട്ടുപൊടി ഇട്ടാ, അതായത് കുറച്ച് തരിയുള്ള പൊടിയാണ്, പുട്ടുപൊടിയാണ്, വറുത്ത പുട്ടുപൊടിയില്ലേ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 2 കപ്പ്. 1 കപ്പ് പത്തൽപ്പൊടിക്ക് 2 കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ തേങ്ങ. ഇത് ഒരു കപ്പായാലും കുഴപ്പമില്ല, 1/2 കപ്പായാലും. പക്ഷേ തേങ്ങ കൂടുന്നതിനനുസരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ഇത് ഞാൻ കടമ്പാണ് കേട്ടോ ആക്കുന്നത്. അത് കാസർഗോഡ് സ്പെഷ്യലാണ്. പിന്നെ നമ്മളെ മലപ്പുറം ഭാഗത്ത് പിടി എന്ന് പറയും. അതായത് നല്ല ചെറിയ അതാണ് നമ്മളാക്കൽ. പക്ഷേ അതിനെക്കാട്ടി കുറച്ചും കൂടി വലുത്. പിന്നെ നമ്മളത് പത്തിരിപ്പൊടിയല്ലേ, അതായത് പച്ചരിപ്പൊടിയല്ലേ. ഇത് പുഴുങ്ങലരി പൊടി കൂടുതലാണ്, പച്ചരി കുറച്ചുണ്ടായിരിക്കും. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു പത്തൽപ്പൊടി ഉണ്ടാവൽ. പിന്നെ ഇത് അരി അരച്ചിട്ടുണ്ടാക്കും. ഞാൻ മുന്നേ, അതായത് 2-3 വർഷം മുന്നേ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൊന്നരി എല്ലാം അരച്ചിട്ടിട്ടാ, മുഴുവനായിട്ട് അരിയൂല, കുറച്ച് അരച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും. ഇനി ഇതാ സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട്, സാധാ വെള്ളം ഒഴിച്ചിട്ട്, ഇത് പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കുന്നില്ലേ അതുപോലെ ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി. നമ്മൾ പത്തിരിക്ക് കുഴച്ചെടുക്കുമ്പം നല്ല ചുടുവെള്ളത്തിലിട്ട് വാട്ടിയതിന് ശേഷമല്ലേ നല്ലോണം ചാമ്പി എടുക്കണം, എന്നാലേ നമ്മൾക്ക് പത്തിരി കറക്റ്റായി ആവുള്ളൂ. ഇത് പച്ചവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. പത്തലിനായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ മുന്നേ റെസിപ്പിയെല്ലാം ചെയ്തിട്ടുണ്ട്. അതാണ് പത്തിരിപ്പൊടിയും പത്തൽപ്പൊടിയും കൂടെയുള്ള വ്യത്യാസം കേട്ടോ. അപ്പോൾ അതാ ഞാൻ കടമ്പല്ല ആക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ഉരുട്ടിയിട്ട് കുറച്ച് കൂടുതൽ തന്നെ എടുക്കുക കേട്ടോ. ഒരു കയ്യിൽ നമ്മൾ പത്തിരിക്കെല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ഡബിൾ ഉണ്ടെടുക്കുക. എന്നിട്ട് ഇതാ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കുയ്യാക്കി കൊടുക്കുക. വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ. പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് ആക്കാനൊന്നും അറിയില്ല കേട്ടോ. കാസർഗോഡുള്ളവരെല്ലാം നല്ല കറക്റ്റായിട്ട്, ഇത് വലിയ കട്ടിയൊന്നും ഉണ്ടാവില്ല, കട്ടില്ലാതെ ഇങ്ങനെ തൊലി കട്ടില്ലാതെ ഇങ്ങനെ ഉരുട്ടിയെടുക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ വലിയ കുയ്യാക്കും. നല്ല രസമാണ് ഇത് കാണാൻ. പക്ഷേ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൽ നമ്മൾ കൂടുതൽ തേങ്ങ ചേർക്കുന്നതിനനുസരിച്ചിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അല്ലേ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. കാര്യം ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞാൻ മസാലകളൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഗ്രീൻ മസാല, റെഡ് മസാല ഇതെല്ലാം അരച്ചിട്ട് കാസർഗോഡ് അങ്ങനെയായിട്ട് ഉണ്ടാക്കൽ. അപ്പം അതിൻ്റെ അരച്ചിട്ട് വെക്കുന്ന, ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കുന്നതും എല്ലാം ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഞാൻ ഉള്ളി കട്ട് ചെയ്യുന്ന ഒരു ചോപ്പറും കൂടെ, അതായത് കട്ടിംഗ് ബോർഡും കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറേ ആൾക്കാർ കണ്ടിട്ടില്ല ആ ഒരു വീഡിയോ. അല്ല, അതായത് ഇതിന് മസാല എല്ലാം അരച്ചിട്ട് വലിയ ലോങ് വീഡിയോ ആരും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടിയൊരു ലിങ്ക് ഒന്ന് കമൻ്റ് ആക്കിയാൽ ഞാൻ അയച്ചു തരാമെന്ന്. പക്ഷേ എനിക്ക് ഷോർട്ട് വീഡിയോയിലില്ലേ അങ്ങനെ നിങ്ങൾക്ക് ലിങ്ക് അയച്ച് തരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോയിലില്ലേ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ ലിങ്ക് ഇടാൻ കഴിയൂല.
പിന്നെ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കുറേ ആൾക്കാർ പറഞ്ഞ് അത് കിട്ടുന്നില്ല, ആ ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല, ലിങ്ക് ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല എന്ന്. അങ്ങനെ ഞാൻ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഒണിയൻ കട്ടിംഗ് ബോർഡിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഡിസ്ക്രിപ്ഷനിൽ. അപ്പം അതിൽ ഉണ്ട് കേട്ടോ. അപ്പം അതിൽ നിങ്ങൾക്ക് എന്തായാലും അതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ നേരെ ട്രെൻഡുകൾക്ക് പോവും. അപ്പം കുറേ ആൾക്കാർ പിന്നെ നാട്ടിൽ കിട്ടുമോ ചോദിക്കുന്നുണ്ട്. ഇത് നാട്ടിൽ കിട്ടൂല കേട്ടോ. ദുബായിലൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ലിങ്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ അവർ പർച്ചേസ് ആക്കിക്കോളും. അപ്പം നാട്ടിൽ ആ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. അത് GCC കൺട്രീസിൽ മാത്രമേ ഉള്ളൂ ട്രെൻഡുകൾ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാ ID ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഇൻസ്റ്റാ ID ഫാസല്ലു എന്നാണ് കേട്ടോ. അപ്പം അതിലൊന്ന് വന്നിട്ട് എന്നെ ഫോളോ ചെയ്തിട്ട് എനിക്ക് ലിങ്ക് ഒന്ന് കമൻ്റ് ആക്കിയാൽ ഞാൻ ഷെയർ ആക്കി തരാം. അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ സ്റ്റോറിയിലുണ്ടാവും കേട്ടോ അതിൻ്റെ ലിങ്ക്, അതിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ ലിങ്ക് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പം നല്ല പ്രൈസ് കുറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചാൽ എത്രയോ കുറവാണ്. അപ്പോൾ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വേഗം വാങ്ങിച്ചോളി. 2-3 ദിവസം കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു ഓഫർ. വേഗം വാങ്ങിച്ചോളി വാങ്ങാത്തവരുണ്ടെങ്കിൽ. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കടമ്പ് വേവിക്കാനും വേണ്ടി സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 45-50 മിനിറ്റ് അത് സ്റ്റീം ചെയ്യണം. കാര്യം അത് നല്ല വേവിക്കണം. ഒരു മണിക്കൂറെങ്കിലും അത് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ അതാ ഞാൻ ഈ കീമ റെഡിയാക്കുന്നുണ്ട്, ബീഫ് കീമ. എന്നിട്ടത് അതിതാ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഓയിൽ. എന്നിട്ട് നല്ലോണം കഴുകി ഊറ്റി വെച്ച കീമതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറേ വെള്ളം വരും. ആ വെള്ളത്തിൽ തന്നെ അത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വേവിച്ചെടുക്കട്ടെ. ആ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് സ്നാക്കിനുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഒന്നും കൂടെ മൂടി തുറന്നിട്ട്, അപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് കീമ വെന്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇതിലേക്ക് പട്ടാണി, ക്യാപ്സിക്കം, ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തില്ലേ, അത് ഫ്രോസൺ ആണ് കേട്ടോ. അതൊരു 1/2 കപ്പ് ഉണ്ടായിരിക്കും. പിന്നെ 1/2 ഉള്ളിയാണ്, അത് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്യാപ്സിക്കും ചെറുതാക്കിയിട്ട് ഒരു 1/2 ഉണ്ടാവും, അതും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക. പിന്നെ കീമൻ്റെ അളവ് 1/2 കിലോനാണ് ബീഫ് കീമൻ്റെ അളവെന്ന് പറയുന്നത്. എന്നിട്ട് ഇതാ നല്ലോണം മിക്സ് ആക്കട്ടോ. പിന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ മതിയിട്ട്, അതിൽ കൂടണ്ട. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. മിക്സ് ആക്കിയതിന് ശേഷം തീ ഓഫാക്കിയിട്ട്, ഇതിപ്പം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഡ്രൈ ആയിട്ടില്ല, എന്നാലോ കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. സ്നാക്കിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ചൂടാറട്ടെ. അടുത്തത് ബീഫിൻ്റെ ഗ്രീൻ മസാല റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ, വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് എത്ര വേണ്ടത് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഓയിലെല്ലാം. പിന്നെ അതിലേക്ക് ഏലക്ക ഒരു 3 എണ്ണം, പട്ട ഒരു കഷ്ണം, പിന്നെ ഗ്രാമ്പു ഒരു 3 എണ്ണം അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് 3 വലിയ ഉള്ളി സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ലോണം വാട്ടിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ടില്ലേ ഉള്ളി ഇതുപോലെ നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ. കാര്യം ഉള്ളി വാടിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കറി. ഉള്ളി ഇങ്ങനെ കാണാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നല്ലോണം സോഫ്റ്റ് ആക്കിയിട്ട് ചെറിയൊരു കളർ ചേഞ്ച് ആകുന്ന വരെ നല്ലോണം വാട്ടിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ വാട്ടിയെടുത്താൽ മതി. അപ്പം ഞാനൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ കടമ്പ് വെന്തിനാന്ന് നോക്കുമ്പോൾ വെന്തിട്ടില്ല കേട്ടോ, കയ്യിലിങ്ങനെ ഒട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 മണിക്കൂറും കൂടെ ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തീ ഓഫാക്കിയിട്ട് വെച്ചിട്ട് ആ കടമ്പിൻ്റെ. അപ്പം പിന്നെ കുറച്ച് കട്ടിയിലും ഉള്ളതാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഇത് 2 തട്ടുണ്ടല്ലേ, അപ്പം കറക്റ്റായിട്ട് 2 തട്ടിലുള്ളത് വേവണമല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ 1 മണിക്കൂർ പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലും അതുപോലെ തന്നെ നെയ്യും ഇറച്ചിയും ഒക്കെ ഉള്ള ബീഫ് എടുക്കണം കേട്ടോ. അപ്പോഴാണ് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ 3/4 കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ്. അത് നല്ലോണം കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നല്ലോണം വാടിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇറച്ചി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇറച്ചി ചേർത്ത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് വിസിലിടാതെ ഒരു 2 മിനിറ്റ് അതിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ
കുക്ക് ചെയ്തെടുക്കുക. വിസിലിടണ്ട കേട്ടോ, എന്നിട്ട് ഒരു ആവി വരും ആ ഒരു വിസിലിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പം ആ ഒരു ടൈമിൽ ഇത് ഓപ്പൺ ആക്കിയിട്ട് ഇതിലേക്ക് ഇതാ ചെറിയ തക്കാളിയില്ലേ 2 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരച്ച് വെച്ച ഗ്രീൻ മസാല ഇല്ലേ, ഇതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മല്ലി എല്ലാം ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ഗ്രീൻ മസാല എടുത്ത് വെക്കാം, പുറത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫ്രീസ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നല്ല ഫ്രീസായിട്ടുണ്ട്, തണുപ്പും പോകുന്നില്ല. അപ്പം ഞാൻ അതോടൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കട്ടെ. അപ്പം നമുക്ക് ഇളക്കി നോക്കുമ്പോൾ കറക്റ്റ് അറിയും. ഇപ്പം ഞാൻ കുറേ ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് എത്ര വേണ്ടതെന്ന് അറിയും. അപ്പം നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക, എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നോക്കുക കേട്ടോ. അപ്പം കറക്റ്റായി ഇങ്ങനെ കട്ടി പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മതി കേട്ടോ. പിന്നല്ലേ ഞാൻ ഐസ് കൊടുക്കല്ലേ ഇട്ട് കൊടുത്തത്. അപ്പം ഇപ്പോൾ ടൈമും ഇല്ല, ബാങ്ക് കൊടുക്കാനാവുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഐസില്ലേ ഇങ്ങനെ ഗ്രീൻ മസാലൻ്റെ ഐസ് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കയ്യിൽ പൊട്ടിപ്പോയി. പിന്നെ ഞാൻ മാറ്റിയിട്ട് വേറെ എടുത്ത്. അപ്പോൾ നിങ്ങൾ ഗ്രീൻ മസാല എല്ലാം ചേർത്ത് കൊടുക്കുമ്പം ഐസില്ലാതെ ചേർത്ത് കൊടുക്കട്ടെ, ഐസോട് കൂടി ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. പക്ഷേ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടും ഈ വീഡിയോ എല്ലാം എടുക്കുമ്പോഴല്ലേ തീരെ ടൈം ഉണ്ടാവില്ല. അപ്പം എല്ലാം കുക്കായിട്ടെല്ലാം ആവണമല്ലോ ബാങ്ക് കൊടുക്കുമ്പോഴത്തിന്. അതുകൊണ്ടാണ് ഞാൻ ഐസൊക്കെ ചേർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പെല്ലാം പാകത്തിന് നോക്കുക. എന്നിട്ട് അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഉരുളങ്കിഴങ്ങ് ചേർത്ത് കൊടുക്കട്ടോ. 2 നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗീ റൈസിലേക്കെല്ലാം ഈ ഒരു ഗ്രീൻ മസാലൻ്റെ കറി ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഉരുളങ്കിഴങ്ങ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വിസിലാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. എത്ര നിങ്ങൾ ചിലർ ബീഫ് കുക്കറൊക്കെ അനുസരിച്ച് ഇരിക്കും, അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക ബീഫ്. അടുത്തത് ഓയിലൊന്നും ഇല്ലാത്ത നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് ടോട്ടില്ല വ്രപ്പാന്ന്. ഇത് ഞാൻ നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് എത്ര ഉണ്ടാവും എന്നറിയില്ല ആ ഒരു പാക്കറ്റിൽ. ഇത് നെസ്റ്റോല് ലുലുലു എല്ലായിടത്തും കിട്ടുന്നതാണ്. പക്ഷെ നാട്ടിൽ കിട്ടുമോയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ചിലപ്പോൾ നെസ്റ്റോലെല്ലാം ഉണ്ടായിരിക്കും. ഇത് ടൊമാറ്റോൻ്റെ ഫ്ലേവർ ഉള്ളതാണ്, ഫ്ലേവർ ഇല്ലാത്തതുണ്ട്, പിന്നെ ഗ്രീനിലും ഉണ്ട് കേട്ടോ. അത് എന്തിൻ്റെ ഫ്ലേവറാണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ അപ്പോൾ എടുത്തിട്ടുള്ളത് ടൊമാറ്റോൻ്റെ ഫ്ലേവർ ഉള്ളതാണ്. ഇതിൽ ചെറുതും വലുതെല്ലാം വരുന്നുണ്ട്. ഇത് അത്യാവശ്യം വലുതാണ് എടുത്തിട്ടുള്ളത്. അതിതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ആദ്യം ഹാഫ് മൂൺ ആക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കില്ലേ ആദ്യം കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിന് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം പരത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ തന്നെ. എന്നിട്ട് ഇതുപോലെ കോണ് പോലെ മടക്കിയെടുക്കുന്നുണ്ട്. നമ്മൾ കോൺ ഐസ്ക്രീമില്ലേ അതുപോലെ ഇതുപോലെ 4 പീസാക്കിയിട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അവിടെ കറക്റ്റായിട്ട് നിന്നോളും. നമ്മൾ 2 പേരല്ലുള്ളൂ, അപ്പോൾ അതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. എന്നിട്ട് 4 ചിലപ്പോൾ കഴിക്കലില്ല കേട്ടോ. ചിലപ്പോൾ 2 കഴിക്കലുള്ളൂ, അല്ലെങ്കിൽ 3 കഴിക്കും. ബാക്കി ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ അങ്ങനെ എന്തൊരു വെള്ളം ഈത്തപ്പഴം എന്തെങ്കിലും ഫ്രൂട്ട്സും കഴിക്കുമ്പോൾ തന്നെ വയറ് ഫില്ലായി. പിന്നെ കുറേ എല്ലാം ഒരു 10 മണി തറാവി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാമെന്നുണ്ടെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കൂട്ടാ അങ്ങനെ. ഇനിയിപ്പോൾ കീമയിൽ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് ഉണ്ടാക്കുന്നില്ല. ഇനി ആ ഒരു മസാല ഞാൻ ഫ്രീസറിൽ വെക്കും. നാളെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വെക്കും. ഞാൻ എപ്പോഴും ഓയിൽ ഫ്രീ ആയിട്ടുള്ള കേട്ടോ ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മൾ കോണാക്കിയിട്ട് വെച്ചില്ലേനോ, അത് ഞാൻ എയർ ഫ്രയറിൽ ഒരു 5 മിനിറ്റ് 150 ഡിഗ്രിയിൽ ഒന്ന് എയർ ഫ്രയറിൽ വെച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ. അപ്പം അതവിടെ റെഡി ആവട്ടെ. അപ്പം അതിനുള്ള ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എയർ ഫ്രയറിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ ഒന്ന് ചൂടായതിൻ്റെ ശേഷം ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഓയിൽ. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഫ്രൂട്ട്സ് ഞാൻ എടുത്തിട്ടുള്ളത് ബത്തക്കയും ആപ്പിളും പിന്നെ മുസമ്പിയും എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ലാസ്റ്റാണ് കേട്ടോ നമ്മൾ ജ്യൂസ് ആക്കുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹെൽത്ത് മിക്സ് പൗഡർ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇൻഷാ അല്ലാ ഞാൻ മുന്നേ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ചെറുപയറും റാഗിയും പൊടിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹെൽത്ത് മിക്സ് പൗഡറിൽ ഞാൻ നട്ട്സും സീഡ്സും ഒക്കെ ഞാൻ കൂട്ടിയിട്ടുണ്ട് കേട്ടോ.
ഇതിൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഈത്തപ്പഴം നമ്മൾ കുരു കളഞ്ഞിട്ട് വെച്ചില്ലേ, അപ്പോൾ അതൊക്കെ ഇപ്പോഴാണ് കേട്ടോ ഉപകാരപ്പെടുന്നത്. കാര്യം ആ ഒരു നോമ്പറക്കാൻ നേരത്ത് ഈത്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളയാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഒരു 4-5 ഈത്തപ്പഴം എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4-5 ടേബിൾ സ്പൂണ് ആ ഒരു പൗഡറും ചേർത്ത് കൊടുത്തിന്. പിന്നെ തൈരാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഭയങ്കര തണുപ്പാന്ന് കേട്ടോ. നമ്മൾ നോമ്പറക്കുന്ന ടൈമിൽ ഇവിടെ ലബനെല്ലാം കിട്ടുമല്ലോ, നാട്ടിലായാലും മോര് കിട്ടുന്നല്ലേ നല്ല. അപ്പം അതിൽ ഇഞ്ചി അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് അടിച്ചിട്ട് കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ട് കുടിച്ചാൽ മതി കേട്ടോ. വയറ് നല്ല തണുപ്പാന്ന്. ഞാനെപ്പോഴും തൈരിട്ടിട്ടേനെ കേട്ടോ കൂടുതലും ജ്യൂസാക്കൽ. അപ്പോൾ അതവിടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഫില്ലിങ് നിറക്കാനുള്ളൂ കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ല, കളർ ചേഞ്ച് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച കീമേൻ്റെ ഫില്ലിങ് ഇല്ലേ, അത് നിറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കസ് ഇതുപോലെ പീസാക്കിയിട്ട് അതും വെച്ച് കൊടുക്കട്ടെ. ഇതൊക്കെ വേണ്ടത് നിങ്ങൾക്ക് എങ്ങനത്തെ ചിക്കൻ വെച്ചിട്ട് ഫില്ലിങ് ആണെന്നുണ്ടെങ്കിലും അത് വെച്ച് കൊടുക്കുക. അതെല്ലാം നിങ്ങളെ ഇഷ്ടം കേട്ടോ. ഇതിപ്പം ഭയങ്കര ഈസിയാണ്, എന്നാൽ ഓയിലൊന്നും ഇല്ലേനും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് ഫില്ലാകുന്നുണ്ട്. പിന്നെ ഏത് ഫില്ലിങ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫില്ലിങ്ങില്ലേ, ഏത് ഫില്ലിങ് ചിക്കൻ വെച്ചിട്ടും എന്ത് വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കട്ടെ ഇതുപോലെ. ഇനി പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ടേബിളൊക്കെ സെറ്റാക്കട്ടെ. അപ്പോൾ ഫാദും ഇല്ല കേട്ടോ, ഫാദു പുറത്ത് പോയിട്ടുണ്ട്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ പള്ളിൻ്റെ അവിടെ ഉണ്ട്, ബാങ്ക് കൊടുത്തതിന് ശേഷം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോ ചങ്ങായി വന്നിട്ടുണ്ട്. ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ട് പെട്ടെന്ന് തന്നെ വരാം, കഴിക്കുന്നൊന്നുമില്ല, ഈത്തപ്പഴം അതുപോലെ തന്നെ വെള്ളം കുടിച്ചിട്ട് നിസ്കരിച്ചാണ്ട് വരാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ടേബിളെല്ലാം സെറ്റാക്കിയിട്ടെല്ലാം വെച്ചിട്ടാണ്. പിന്നെ വാങ്ങൊടുത്തും ഞാൻ നോമ്പറന്ന്. പിന്നെ ഞാനും അതുപോലെ തന്നെ ഈത്തപ്പഴം വെള്ളം കൂടെ കഴിച്ചിട്ട് അങ്ങനെ നോമ്പറന്ന്. പിന്നെ അതിൻ്റെ ശേഷം നിസ്കാരമെല്ലാം കഴിഞ്ഞ് അപ്പോൾ പിന്നെ ഫാദു വന്നിട്ടാണ് പിന്നെ അതിൻ്റെ ശേഷമാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഫാദു പള്ളീൻ്റെ അവിടെ നിന്നപ്പം എന്തോ കിട്ടിയെന്ന് പറഞ്ഞിട്ടാ, ബോക്സിൽ ഈത്തപ്പഴം വെള്ളം പിന്നെ അതുപോലെ തന്നെ അതിൽ 2 ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പ് അവിടെ തുറന്നാണ്, എന്നാലും ഇവിടെ നോമ്പ് വെക്കാണ്. ഐസ്ക്രീം ഇങ്ങനെ ഐസ്ക്രീം ഒരു കോലത്തിൽ ലൂസോട്ടി കണക്കാ. സ്നാക്ക്, ഫ്രൂട്ട്സ്, ജ്യൂസ് ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് എടുക്കല. ഫുഡ് നമ്മൾ കഴിക്കൽ ചിലപ്പം 10-11 മണി ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ ഫുഡ് കഴിക്കൽ. അപ്പോൾ ഗ്രീൻ മസാലേൻ്റെ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഗ്രേവി പോലെ എടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസാല നിങ്ങൾ നോക്കിയിട്ടിടുക കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെ ഇട്ട് എടുക്കുക, എന്നാലും എന്നിട്ട് ഇത്ര തിക്നെസ് ഉണ്ടാവുള്ളൂ. പിന്നെ എരിവില്ലാത്ത മസാല അല്ലേ, പച്ചമുളക് തീരെ എരിവില്ലാത്ത ആയതുകൊണ്ട് അത്ര എരിവൊന്നും ഉണ്ടാവില്ല ഈ മസാലയ്ക്ക്. നമുക്ക് എരിവ് ഇഷ്ടമല്ല കേട്ടോ. അഥവാ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് എരിവില്ലാത്ത അരക്കുന്ന ടൈമിൽ അതിലേക്ക് എരിവുള്ള പച്ചമുളക് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കടുമ്പ്, ഈ ഒരു കടുമ്പും നല്ല ഗ്രീൻ മസാലൻ്റെ കറിയും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത്ര കടുമ്പും ബീഫിൻ്റെ കറിയെല്ലാം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചോദിക്കലുണ്ട്, എന്തായാലും കമൻറ്റ് വരും 1-2 ആയിട്ട്, ഇതെല്ലാം കൂടെ നിങ്ങൾ കഴിച്ചാന്ന്. നമ്മൾ ഉണ്ടാക്കുമ്പം കുറച്ചെല്ലാം ഉണ്ടാക്കിയാൽ നമുക്ക് വാച്ച്മാൻ ഉണ്ട്, ചിലപ്പോൾ ബാച്ചിലേഴ്സ്, അതിൻ്റെ ചങ്ങായിമാർ, അവർക്കെല്ലാം നമ്മൾ കൊണ്ടുപോയി കൊടുക്കൂട്ടാ. പിന്നെ ഇത്രക്കെല്ലാം എന്തായാലും നമുക്ക് കഴിക്കാനും പറ്റില്ല കേട്ടോ, നോമ്പെല്ലാം എടുത്തിട്ട് അങ്ങനെയൊന്നും കഴിക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതിന് അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരട്ടെ. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.